ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. രാജ്യത്ത് 75ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനും ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രൈ കളർ വെൽവെറ്റ് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഫ്ലാഗിൻ്റെ തീമിൽ നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ ഒരുപാട് കളർ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് സ്പഞ്ചിലും പിന്നെ ക്രീമിലൊക്കെ ആയിട്ട് ഒരുപാട് കളർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അധികം കളർ യൂസ് ചെയ്യാതെ എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രൈ കളർ വെൽവെറ്റ് കേക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ ട്രൈ കളർ വെൽവെറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് 3 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസും 1 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മാജിക് കളറിൻ്റെ ഗ്രീൻ കളർ ഒരു 3-4 ഡ്രോപ്പ് ഇതിലേക്ക് ഉറ്റിച്ചു കൊടുക്കാം. കളറൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകൂടി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 7 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അടുത്ത സ്പഞ്ച് റെഡിയാക്കാം. അപ്പോൾ ഓറഞ്ച് കളറിലുള്ള സ്പഞ്ചാണ് ഇനി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് സൂപ്പർ റെഡിൻ്റെ 2 ഡ്രോപ്പ് റെഡും പിന്നെ യെല്ലോ കളർ ഒരു 3 ഡ്രോപ്പ് കൂടി ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യെല്ലോ കളർ ലിക്വിഡ് കളറാണ് ഞാൻ ഉറ്റിച്ച് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 3 ഡ്രോപ്പ് ഉറ്റിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓറഞ്ച് കളറാക്കി എടുക്കാം. ഇനി ഈ ബാറ്റർ നമുക്ക് 7 ഇഞ്ചിൻ്റെ അതേ മോൾഡിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള സ്പഞ്ചിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് ഈ സ്പഞ്ച് ഉണ്ടാക്കാനും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്പഞ്ച് 2 മുട്ട വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി വൈറ്റ് കളറിലുള്ള സ്പഞ്ചാണ് റെഡിയാക്കാനുള്ളത്. അപ്പോൾ അതേ മെഷർമെൻറ്റിൽ ഞാനൊരു ബാറ്ററും കൂടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാജിക് കളറിൻ്റെ 3 ഡ്രോപ്പ് കൂടി ഉറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതേ 7 ഇഞ്ചിൻ്റെ പാനിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 കളർ സ്പഞ്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം മുകൾ ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. നമ്മൾ ഈ കേക്ക് ട്രൈ കളർ വെൽവെറ്റ് കേക്ക് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ സ്പഞ്ചിൻ്റെയും മുകൾ ഭാഗം എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വേണം ഈ കേക്കിന് മുകളിൽ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ സ്പഞ്ചിൻ്റെയും മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കേക്ക് ഐസിങ് ചെയ്തെടുക്കാനുള്ള ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് കൂടി ചേർത്തിട്ടാണ് ഇത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമിൽ ക്രീം ചീസ് ചേർത്തിട്ടുള്ള കേക്ക് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ചെയ്യുമ്പോൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ തന്നെ ട്രൈ കളർ വെൽവെറ്റിലും ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ക്രീം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രീം ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ കേക്കിന് ഇതിൻ്റെ സൈഡിലൊന്നും ക്രീം ഇട്ട് കൊടുക്കുന്നില്ല. ഈ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ള ക്രീം മാത്രമേ ഈ കേക്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ക്രീം ഇട്ട് കൊടുക്കുക. ഈ കേക്കിന് ആദ്യം ക്രം കോട്ടിങ് കൊടുക്കുക, പിന്നെ ഫൈനൽ കോട്ടിങ് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം തന്നെ ക്രീം ഇട്ട് കൊടുത്താൽ മതി. മുകൾ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം മുകൾ ഭാഗം. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. കേക്കൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം കേക്കിൻ്റെ 4 ഭാഗത്തെ സ്പഞ്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരേ ലെവലാക്കിയിട്ട് നമുക്കിത് 4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ സ്പഞ്ചിൻ്റെ മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണിത്.
കേക്കിന് മുകളിൽ ഫ്ലാഗിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം കേക്കിന് ഇതുപോലെ 3 ഭാഗങ്ങളാക്കി മാറ്റുക. അതിനുശേഷം ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് നമ്മൾ ഓരോ കളർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഭാഗം മറിച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ട് മറിച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ മുകൾ ഭാഗത്ത് ഇതുപോലെ ഓറഞ്ച് കളറ് സ്പഞ്ച് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് വൈറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് 2 ഭാഗങ്ങൾ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് മറിച്ച് വെച്ചതിന് ശേഷം നമുക്ക് വൈറ്റ് കളർ സ്പഞ്ച് കൂടി ഇട്ട് കൊടുക്കാം. ഇനി താഴെ ഭാഗം ഗ്രീൻ കളർ സ്പഞ്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ട്രൈ കളർ വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലാഗിൻ്റെ മുകൾ ഭാഗത്ത് അശോകചക്രം ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ട്രൈ കളർ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കളറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പഞ്ചിൽ മാത്രമേ നമ്മൾ കളർ ചേർക്കുന്നുള്ളൂ. നമ്മൾ ക്രീമിലാണ് കളർ ചേർക്കുന്നതെങ്കിൽ ഒരുപാട് കളർ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡ്രോപ്പ് കളർ ചേർക്കേണ്ടി വരും ക്രീമിൽ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.